ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ഉൽപ്പാദനത്തിന് ടെസ്ല തയ്യാറല്ലെന്ന് കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി. ഷോറൂമുകൾ തുറക്കലും ഇറക്കുമതി ചെയ്ത കാറുകൾ വിൽക്കലുമാണ് ടെസ്ലയുടെ ലക്ഷ്യം. ടെസ്ല അടുത്തൊന്നും ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി എച്ച്.ഡി. കുമാരസ്വാമി. ടെസ്ല വിപണിയിലെത്താൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക ഉൽപ്പാദനം പദ്ധതികളുടെ ഭാഗമല്ല. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ ഒരു ഷോറൂം ആരംഭിക്കുന്നതിനായി സ്ഥലം എടുക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക ഉൽപ്പാദനം പരിഗണിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. അടുത്ത 2-3 മാസത്തിനുള്ളിൽ വിപണിയിൽ ടെസ്ലയുടെ ആദ്യ കാർ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ. ടെസ്ല പോലുള്ള പ്രമുഖ വാഹന നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനായി 2024 മാർച്ചിൽ ഇന്ത്യ ഒരു മുൻനിര ഇലക്ട്രിക് വാഹന നയം അവതരിപ്പിച്ചിരുന്നു. നിർമ്മാണ പ്രതിബന്ധതകൾക്ക് പകരമായി ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടായി. ഈ നയപ്രകാരം കമ്പനികൾക്ക് 15% കുറഞ്ഞ തീരുവയിൽ പ്രതിവർഷം 8000 ഇലക്ട്രിക് വാഹനങ്ങൾ വരെ ഇറക്കുമതി ചെയ്യാൻ കഴിയും. ടെസ്ല നിലവിൽ നിരവധി ആഗോള വെല്ലുവിളികൾ നേരിടുന്നതായാണ് റിപ്പോർട്ട്. 2025 ആദ്യപാദത്തിൽ കമ്പനിയുടെ ആഗോള വാഹന ഡെലിവറിയിൽ 13% ഇടിവും അറ്റാദായത്തിൽ 71% ഇടിവും രേഖപ്പെടുത്തി. ഒരു ദശാബ്ദത്തിനിടയിലെ ആദ്യത്തെ വാർഷിക ഡെലിവറി ഇടിവാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കിന്റെ എക്സ് ചാറ്റ് വരുന്നു. ഇനി നമ്പറില്ലാതെ ഫോൺ ചെയ്യാം. വാട്സാപ്പിന് ഭീഷണിയാകുമോ എന്നാണ് ടെക് ലോകം ഉറ്റുനോക്കുന്നത്. എക്സിൽ കൂടുതൽ പരിഷ്കരണം പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. എക്സ് ചാറ്റ് എന്ന പുതിയ ഡയറക്റ്റ് മെസ്സേജിംഗ് സംവിധാനമാണ് മസ്ക് പുതുതായി അവതരിപ്പിച്ചത്. ഏതു തരത്തിലുള്ള ഫയലുകളും എക്സ് ചാറ്റ് ഉപയോഗിച്ച് കൈമാറാൻ സാധിക്കും. കൂടാതെ മെസ്സേജ് കണ്ടുകഴിഞ്ഞ് ഡിലീറ്റായി പോകുന്ന വാനിഷിംഗ് മെസ്സേജിംഗും പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടും. ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് വീഡിയോ, ഓഡിയോ കോളുകൾ ചെയ്യാൻ ഈ ഫീച്ചറിലൂടെ സാധിക്കുമെന്ന് മസ്ക് അറിയിച്ചു. റെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഈ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബിറ്റ്കോയിൻ ശൈലിയിലുള്ള എൻക്രിപ്ഷനാണ് ഇതിലെന്നും ഇലോൺ മസ്ക് എക്സിലൂടെ അറിയിച്ചു. സുരക്ഷയും സ്വകാര്യതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾക്കൊക്കെ പുതിയ ഫീച്ചർ വെല്ലുവിളിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര വരുന്ന ഞായറാഴ്ച. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരനെന്ന നേട്ടം ശുഭാംശു ശുക്ലയുടെ സ്വന്തമാകാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലെത്തിയ ആക്സിയം 4 പേടകം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഞായറാഴ്ച കുതിക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:41 മുൻപാകും ഡ്രാഗൺ ബഹിരാകാശ വാഹനത്തിന്റെ വിക്ഷേപണം. ആക്സിയം 4 ദൗത്യത്തിന്റെ പൈലറ്റാണ് ശുഭാംശു ശുക്ല. 1984 റഷ്യയുടെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്കു ശേഷം ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകും ശുഭാംശു. കമാൻഡറായ US ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിൻസൺ അടക്കം 3 പേർ കൂടി ദൗത്യത്തിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 14 ദിവസവും ഭക്ഷണവും പോഷകവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാവും ശുഭാംശു നടത്തുക. ബഹിരാകാശത്ത് പരീക്ഷണം നടത്തിയ വിത്തുകളെ ഭൂമിയിലെത്തിച്ച് കൃഷിക്ക് ഉപയോഗിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. 550 കോടി രൂപയാണ് ആക്സിയം 4 ദൗത്യത്തിനായി ISRO മുടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ശാസ്ത്രലോകത്തിന് നാഴികക്കല്ലാകുന്ന ബാക്ടീരിയയുടെ കണ്ടുപിടുത്തവുമായി ശാസ്ത്രജ്ഞർ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അപൂർവ ബാക്ടീരിയയാണ് റൈസ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഓക്സിജൻ ശ്വസിക്കുന്നതിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്ത പ്രക്രിയ വഴിയാണ് ഈ ബാക്ടീരിയകൾ ശ്വാസമെടുക്കുന്നതെന്ന് റൈസ് സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തി. മിക്ക ജീവജാലങ്ങളും ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും ഊർജം പുറത്തുവിടുന്നതിനും ഓക്സിജൻ ആശ്രയിക്കുമ്പോൾ ചില ബാക്ടീരിയകൾ നാഫ്തക്കിനോണുകൾ എന്ന സ്വാഭാവിക സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു. ഈ പ്രക്രിയയെ സവിശേഷ കോശ ശ്വസനം എന്ന് വിളിക്കുന്നു. ഇത് ബാറ്ററികൾ വൈദ്യുത പ്രവാഹം പുറന്തള്ളുന്നത് പോലെയാണ്. ഇതുവഴി ഓക്സിജൻ ഇല്ലാതെയും ബാക്ടീരിയകൾക്ക് വളരാൻ സാധിക്കുമെന്ന് സെൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നു. ബയോടെക്നോളജിയിൽ ഈ അസാധാരണ ശ്വസന രീതി ശാസ്ത്രജ്ഞർ വളരെ കാലമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിനു പിന്നിലെ സംവിധാനം കണ്ടെത്തുന്നത് ഇതാദ്യമായാണ്. നൂതന കമ്പ്യൂട്ടർ മോഡലിംഗ് ഉപയോഗിച്ച് ഓക്സിജൻ ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ബാക്ടീരിയ വളർച്ചയെ ഗവേഷകർ നിരീക്ഷിച്ചു. ബാക്ടീരിയകൾ തഴച്ചു വളരുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് കാണാനായി. മലിനജല സംസ്കരണം, മെഡിക്കൽ പരിശോധനകൾ,
ബഹിരാകാശ പര്യവേഷണം എന്നിവയ്ക്കായി പുതിയ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇത് സഹായകമാകുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാത്തിരിപ്പ് അവസാനിപ്പിച്ച് OnePlus 13S സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക്. കൂടുതൽ AI ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയാകും ഫോൺ വിപണിയിലെത്തുക. OnePlusന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ OnePlus 13S വ്യാഴാഴ്ച ഇന്ത്യയിൽ അവതരിപ്പിക്കും. കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഗണത്തിൽ വരുന്ന OnePlus 13S കരുത്തുറ്റ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്പോടെയാവും വിപണിയിലെത്തുക. ചൂടിനെ കൈകാര്യം ചെയ്യാൻ വേപ്പർ ചേംബർ ഈ ഫോണിലുണ്ടാകും. ഫുൾ ചാർജിൽ 24 മണിക്കൂർ വരെ ബാറ്ററി ലൈഫ് നൽകുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. OnePlus 13 ലൈനപ്പിലെ മറ്റ് സ്മാർട്ട് ഫോണുകളായ OnePlus 13-നും OnePlus 30R-നും ഇടയിലായിരിക്കും OnePlus 13Sന്റെ ഇന്ത്യയിലെ വില എന്നാണ് സൂചന. 3 നിറങ്ങളിലാവും ഫോൺ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കപ്പെടുക. ഇതിലെ ഗ്രീൻ സിൽക്ക് വേരിയന്റ് ഇന്ത്യൻ വിപണിക്ക് മാത്രമായി പുറത്തിറക്കുന്നതായിരിക്കും. 32 മെഗാപിക്സൽ മുൻ ക്യാമറയാണ് സെൽഫിക്കും വീഡിയോ കോളിംഗിനുമായി OnePlus 13S സ്മാർട്ട് ഫോണിൽ വരിക. ഇതിന് ഓട്ടോ ഫോക്കസ് സൗകര്യവും ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.